പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങളൊടുവിൽ സുപ്രധാനമായ വഴിത്തിരിവുകളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല. തൻ്റെ അച്ഛൻ്റെ ഒരു ഭാഗം തളർന്നു കഴിഞ്ഞു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ഇഷ. മാത്രവുമല്ല, ഡോക്ടറോട് ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ കാര്യങ്ങൾ ഉറപ്പിച്ചു പറയുക വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം. ഫിസിയോതെറാപ്പി അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷേ അതിനെത്രത്തോളം സമയമെടുക്കും എന്നുള്ള കാര്യമൊന്നും എനിക്ക് ഉറപ്പു നൽകാൻ സാധിക്കുകയില്ല. പക്ഷേ അത് വർക്ക് ചെയ്യും എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ സാധിക്കൂ. ഇഷ, ആ വഴിയൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ എന്തായാലും എനിക്ക് അറിയാവുന്ന ഒരാളെ സജസ്റ്റ് ചെയ്യാം. ശരി ഡോക്ടർ, എന്തായാലും ഞാൻ ആ കാര്യം ചെയ്യുക തന്നെ ചെയ്യും. അച്ഛനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ്. ഇതോടെ ഇഷ തിരികെ അച്ഛനെ കാണാൻ ചെല്ലുകയാണ്. ഇതേ സമയം അയാളാകട്ടെ എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ സാധിക്കുന്നില്ല. ഇത് കാണുന്ന ഇഷയ്ക്ക് വളരെയധികം സന്തോഷം ആകുന്നുവെങ്കിലും തൻ്റെ അച്ഛനോട് തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യേണ്ട അച്ഛ, ബാക്കി ചികിത്സ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യാം. എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ്റെ ജീവൻ രക്ഷപ്പെട്ടില്ലേ? ഇല്ല, എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇഷ. അച്ഛ, എനിക്ക് വേണ്ടി അച്ഛൻ ഇത് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അച്ഛനല്ലാതെ മറ്റാരാണ് എനിക്ക് ഈ ജീവിതത്തിലുള്ളത്? അതുകൊണ്ട് തന്നെ അച്ഛൻ എൻ്റെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ചികിത്സകൾ തുടങ്ങാം. ശരി, നീ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ഇതോടെ റാംമോഹനെയും കൊണ്ട് തിരികെ വീട്ടിലേക്ക് പോവുകയാണ് ഇഷ. ഇനിയെല്ലാം കാര്യങ്ങൾ ശരിയാകും എന്നുള്ള പ്രതീക്ഷയിൽ ഇഷ ഇതേ തുടർന്ന് ഫിസിയോതെറാപ്പി തുടങ്ങുകയും ചെയ്യുന്നു. പക്ഷേ ഈ കാര്യം അറിയാനിടയാകുന്ന ദേശായിയാകട്ടെ ആകെ പകച്ചു പോയിരിക്കുകയാണ്. അയാളുടെ ശല്യം എന്നേക്കുമായി അവസാനിക്കുമെന്ന് കരുതിയതാ. ഇതിപ്പോൾ ആ കാര്യം നടന്നില്ലല്ലോ. ഇനി എന്തു ചെയ്യും? എങ്ങനെയെങ്കിലും ഒരു തിരിച്ചടി കൊടുത്തേ മതിയാകൂ. അതിനുവേണ്ടി എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണം. മാത്രവുമല്ല, ഇനിയും കാര്യങ്ങൾ കൈവിട്ടു പോകാൻ അനുവദിക്കുകയും ചെയ്യരുത്. ഇതേ തുടർന്ന് സോന ദേശായി വീട്ടിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ റാംമോഹനെ കാണാൻ. ഇത് ഇഷയെ ആകെ ഞെട്ടിച്ചു കളയുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.